പാഠപുസ്തകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് CPO എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസറും ക്വസ്റ്റ്യൻസും പാഠപുസ്തകത്തിൻ്റെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം: ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യന്മാരുടെ ശരിയായ ക്രമം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. മൂന്നാം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ ഡി 1776 ജൂലൈ 4. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത പ്രമുഖനായ നേതാവ് ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി സുരേന്ദ്രനാഥ ബാനർജി. താഴെ നൽകിയിരിക്കുന്നവയിൽ നിവർത്തന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവർ ആരല്ല? ഉത്തരം ഓപ്ഷൻ ബി 1, 2, 4. അതായത് NV ജോസഫ്, C കേശവൻ, TM വർഗീസ് എന്നിവരാണ് നിവർത്തന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവർ ആയിട്ടുള്ളത്. ഫറാസി കലാപങ്ങൾ അരങ്ങേറിയ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ബംഗാൾ. സമുദ്രവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ 1, 2 ശരി. ഒന്നാമത്തെ പ്രസ്താവന: പസഫിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് ചലഞ്ചർ ഗർത്തം. സമുദ്രങ്ങളിൽ വച്ച് ഏറ്റവും ചെറിയ സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. ഇത് രണ്ടും ശരിയായ പ്രസ്താവനകളാണ്. ഇന്ത്യയുടെ വടക്കൻ സമതലങ്ങളിൽ കാണപ്പെടുന്ന പ്രധാന മേഖലകൾ. ഉത്തരം ഓപ്ഷൻ ബി ഫാബർ, ടെറായ്, എക്കൽ സമതലങ്ങൾ. ലോയിസ് സമതലങ്ങൾ സൃഷ്ടിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി കാറ്റ്. ലോയിസ് സമതലങ്ങൾ സൃഷ്ടിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി കാറ്റ്. കേരളത്തിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ പക്ഷി സങ്കേതം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി തട്ടേക്കാട്. താഴെ പറയുന്നതിൽ മൗണ്ട് എവറസ്റ്റുമായി ബന്ധപ്പെട്ട പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 3. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. തുടക്കത്തിൽ സർവേ വകുപ്പ് നൽകിയ പേര് പീക്ക് 15 എന്നായിരുന്നു. ഇത് മൂന്നും ശരിയായ പ്രസ്താവനകളാണ്. സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായ സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശമുണ്ടായിരുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി 2ാം പഞ്ചവത്സര പദ്ധതി. അടുത്ത ചോദ്യം: ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ് 4 മാത്രം. SN അഗർവാൾ ഗാന്ധിയൻ പ്ലാൻ, അതാണ് ശരിയായ പ്രസ്താവന. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം. ഉത്തരം ഓപ്ഷൻ ബി 1935. ക്രെഡിറ്റ് നിയന്ത്രിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെ? ഉത്തരം ഓപ്ഷൻ എ എല്ലാം ശരിയാണ്. ബാങ്ക് നിരക്ക്, വേരിയബിൾ റിസർവ് ആവശ്യങ്ങൾ, തുറന്ന വിപണി പദ്ധതി ഇവയെല്ലാം ക്രെഡിറ്റ് നിയന്ത്രിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനം. ഉത്തരം ഓപ്ഷൻ ഡി ഖനനം. ഒരു വ്യക്തിക്ക് മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ നേരിട്ട് സമീപിക്കാനുള്ള അവകാശം. ഉത്തരം ഓപ്ഷൻ സി ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. പൗരത്വം ഏറ്റെടുക്കൽ, അവസാനിപ്പിക്കൽ എന്നിവ സംബന്ധിച്ച ഭേദഗതിക്ക് ആവശ്യമായത്. ഉത്തരം ഓപ്ഷൻ സി 1 എന്നുള്ളതാണ്. അതായത് പാർലമെന്റിന്റെ ലളിതമായ ഭൂരിപക്ഷമാണ് പൗരത്വം ഏറ്റെടുക്കൽ, അവസാനിപ്പിക്കൽ എന്നിവ സംബന്ധിച്ച് ശരിയായത്. മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ സി 32ാം അനുച്ഛേദം. ശരിയല്ലാത്ത ജോഡികൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ സി
2 മാത്രം. അതായത് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ, അതാണ് തെറ്റായ പ്രസ്താവന. ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ, അത് ശരിയായ പ്രസ്താവനയാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ, അതും ശരിയായ പ്രസ്താവനയാണ്. ഒരു സംസ്ഥാനത്തെ ഏറ്റവും വലിയ അപ്പീൽ കോടതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ഹൈക്കോടതി. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി 1950 ജനുവരി 25. താഴെ പറയുന്നതിൽ ഏത് ആർട്ടിക്കിൾ അല്ലെങ്കിൽ ആർട്ടിക്കിളുകളിലാണ് ക്യാബിനറ്റ് എന്ന പദം പരാമർശിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി 3 എന്നുള്ളതാണ്. അതായത് ആർട്ടിക്കിൾ 352 ക്യാബിനറ്റ് എന്ന പദം പരാമർശിക്കുന്നത്. പൊതുമുതലിന്റെ ദുർവിനിയോഗം തടയുന്നതിന് വേണ്ടിയുള്ള പാർലമെന്ററി കമ്മിറ്റി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ 1ഉം 2ഉം ശരിയാണ്. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3. MS കെ രാമസ്വാമിയാണ് കേരളത്തിലെ ആദ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ 2 പ്രസ്താവനകളും ശരിയാണ്. ജന്മിക്കുടിയാൻ വിളംബരം പുറപ്പെടുവിച്ച വർഷം? ഉത്തരം ഓപ്ഷൻ ബി 1867. 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമപ്രകാരം മുതിർന്ന പൗരൻ എന്നാൽ? ഉത്തരം ഓപ്ഷൻ എ 60 വയസ്സിലോ മുകളിലോ ഉള്ളവർ. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം? ഉത്തരം ഓപ്ഷൻ എ മെഡുല ഒബ്ലോങ്കേറ്റ. പ്രായപൂർത്തിയായ മനുഷ്യൻ ഒരു മിനിറ്റിൽ ശരാശരി എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി 12 മുതൽ 18 വരെ. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും. ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ജീവകം A1 അതിൻ്റെ അപര്യാപ്ത രോഗമാണ് മാലക്കണ്ണ്. ജീവകം B3 അതിൻ്റെ അപര്യാപ്ത രോഗമാണ് പെല്ലഗ്ര. ജീവകം C അതിൻ്റെ അപര്യാപ്തത രോഗമാണ് സ്കർവി. ജീവകം E അതിൻ്റെ അപര്യാപ്തത രോഗമാണ് വന്ധ്യത. യുവത്വ ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി? ഉത്തരം ഓപ്ഷൻ എ തൈമസ് ഗ്രന്ഥി. ഒരേ സമയം വൈദ്യുത ചാലകമായും വൈദ്യുതരോധിയായും അവതരിപ്പിക്കാൻ കഴിയുന്ന ദ്രവ്യരൂപം? ഉത്തരം ഓപ്ഷൻ ഡി ജാൻ ടെല്ലർ മെറ്റൽ. തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി 2 മാത്രമാണ് തെറ്റ്. മറ്റുള്ള ശരിയായ പ്രസ്താവനകളാണ്: ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്വസ്റ്റിക്സ്. ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗതയെ ഹൈപ്പർസോണിക് എന്ന് സൂചിപ്പിക്കുന്നു. മനുഷ്യന്റെ ശ്രവണപരിധി 20 കിലോ ഹെർട്സ് മുതൽ 20,000 കിലോ ഹെർട്സ് വരെയാണ്. അതാണ് തെറ്റായ പ്രസ്താവന. അതിൽ മനുഷ്യന്റെ ശ്രവണപരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ പോളിൽ നിന്നും മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരം 12 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ വക്രത ആരം എത്ര? ഉത്തരം ഓപ്ഷൻ സി 24 സെന്റിമീറ്റർ. മൂലകങ്ങളുടെ ആവർത്തന പട്ടികയും ഇലക്ട്രോൺ വിന്യാസവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏവ? ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. ഡി സബ്ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 10 ആണ്. ഡി ബ്ലോക്ക് മൂലകങ്ങളെ സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നു. അത് 2ഉമാണ് ശരിയായ പ്രസ്താവന. ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകം? ഉത്തരം ഓപ്ഷൻ ബി ബ്യൂട്ടൈൻ. ആവർത്തന പട്ടികയിലെ 10ാമത്തെ മൂലകം ഏത്? ഉത്തരം ഓപ്ഷൻ എ നിയോൺ. സംസ്ഥാനത്ത് വരച്ചതിൽ ഏറ്റവും വലിയ ചുമർ ചിത്രം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ വർക്കലയിലെ പെർഫോമിംഗ് ആർട്സ് സെന്ററിലാണ്. ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി 1ഉം 2ഉം ശരിയായ പ്രസ്താവനകളാണ്. ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളിയാണ് TC യോഹന്നാൻ. ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത MD വത്സമ്മയാണ്. 2ഉം ശരിയായ പ്രസ്താവനകൾ തന്നെയാണ്. മലയാളത്തിലെ ആദ്യത്തെ പ്രശസ്ത നിഘണ്ടുവായ
സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി എഴുതിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആർ ഈശ്വരപിള്ള. 1998 ഏറ്റവും മികച്ച നടനുള്ള ദേശീയ അവാർഡ് മമ്മൂട്ടിക്കൊപ്പം പങ്കിട്ട സിനിമാ നടൻ ആര്? ഉത്തരം ഓപ്ഷൻ ബി അജയ് ദേവഗൺ. യുഎന്നിന്റെ 2023 വേൾഡ് ഹാബിറ്റാറ്റ് അവാർഡ് നേടിയ ജഗ മിഷൻ ഏത് സംസ്ഥാനത്തെ പദ്ധതിയാണ്? ഉത്തരം ഓപ്ഷൻ ബി ഒഡീഷ. 2023 ജനുവരിയിൽ സംസ്ഥാനത്തെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ ഓപ്പറേഷൻ? ഉത്തരം ഓപ്ഷൻ എ ഓപ്പറേഷൻ ഹോളിഡേ. അംബേദ്കർ എ ലൈഫ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ്? ഉത്തരം ഓപ്ഷൻ സി ശശി തരൂർ. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി ISRO വികസിപ്പിച്ചെടുത്ത ഉപകരണമായ നഭ് മിത്ര വിജയകരമായി പരീക്ഷിച്ചത്? ഉത്തരം ഓപ്ഷൻ ഡി നീണ്ടകര. അടുത്ത 5 വർഷത്തേക്ക് BCCI നടത്തുന്ന ക്രിക്കറ്റ് മത്സരങ്ങളുടെ സംപ്രേഷണാവകാശം സ്വന്തമാക്കിയത്? ഉത്തരം ഓപ്ഷൻ ബി വയാകോം 18. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നിർദ്ദേശം പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ? ഉത്തരം ഓപ്ഷൻ ഡി രാംനാഥ് കോവിന്ദ്. ഇന്ത്യ നിർമ്മിച്ച ആദ്യ വിവിധോദ്ദേശ യുദ്ധ ഹെലികോപ്റ്റർ? ഉത്തരം ഓപ്ഷൻ എ പ്രചണ്ഡ. ലോകത്ത് ഏറ്റവും കൂടുതൽ IED സ്ഫോടനങ്ങൾ നടക്കുന്നതിൽ ഒന്നാമതുള്ള രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ഇന്ത്യ. യുനെസ്കോ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരം? ഉത്തരം ഓപ്ഷൻ സി കോഴിക്കോട്. 5ാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവൽ വേദി? ഉത്തരം ഓപ്ഷൻ എ തിരുവനന്തപുരം. ഇരുട്ടത്ത് കണ്ണു കാണാൻ പ്രയാസമാണ് എന്ന വാക്യത്തിന്റെ ശരിയായ രൂപം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ് 2ാമത്തത്. ഇരുട്ടത്ത് കാണാൻ പ്രയാസമാണ്, അതാണ് ശരിയായ രൂപം. തഥൈവ എന്ന പദം പിരിച്ചെഴുതുമ്പോൾ? ഉത്തരം ഓപ്ഷൻ എ തഥ അധികം ഏവ. വിഗ്രഹാർത്ഥം എഴുതുക. കല്യാണ പന്തൽ? ഉത്തരം ഓപ്ഷൻ സി കല്യാണത്തിനുള്ള പന്തൽ. വാരി പര്യായ പദമായി വരുന്ന വാക്ക്? ഉത്തരം ഓപ്ഷൻ ഡി ജലം. സമാന പദം കണ്ടെത്തുക. ജനകൻ? ഉത്തരം ഓപ്ഷൻ ബി പിതാവ്. ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി അനലൻ അഗ്നി. ധനാശി പാടുക എന്ന ശൈലിയുടെ വ്യാഖ്യാനം എഴുതുക. ഉത്തരം ഓപ്ഷൻ എ അവസാനിപ്പിക്കുക. തിപ്സു ഒറ്റപ്പദം എഴുതുക. ഉത്തരം ഓപ്ഷൻ സി വഞ്ചിക്കാനുള്ള ആഗ്രഹം ഉള്ളവനാണ് തിപ്സു. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ അടിമത്തം ആണ് ശരിയായ വാക്ക്. ഇൻ അക്കോർഡൻസ് വിത്ത് ഉചിതമായ മലയാള പരിഭാഷ ഏത്? ഉത്തരം ഓപ്ഷൻ സി അതനുസരിച്ച്. 1860 ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം അപക്വമായ തിരിച്ചറിവ് ഏത് പ്രായത്തിനിടയിലാണ്? ഉത്തരം ഓപ്ഷൻ എ 7 മുതൽ 12 വയസ്സ് വരെയാണ്. ഒരു സർജൻ ഒരു രോഗിയുടെ സമ്മതത്തോടെ നല്ല ഉദ്ദേശത്തിൽ നടത്തുന്ന ശസ്ത്രക്രിയയിൽ രോഗിയുടെ മരണം സംഭവിച്ചാൽ പ്രസ്തുത സർജനെ കുറ്റക്കാരനായി കണക്കാക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന IPC സെക്ഷൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി 88 ആണ്. പൊതുനീരുറവയിലെയോ പൊതുജല സംഭരണിയിലെയോ ജലം മലിനമാക്കിയാൽ IPC സെക്ഷൻ 277 പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് 3 മാസം വരെ തടവോ 500 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ചോ ആണ് ഈ പറഞ്ഞ കുറ്റകൃത്യത്തിന് ലഭിക്കുന്ന ശിക്ഷ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ IPCയുടെ കീഴിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് വിദേശ പൗരൻ. മറ്റുള്ള വിദേശ പരമാധികാരി, അന്യഗ്രഹ ജീവികൾ, വിദേശ രാജ്യത്തിന്റെ അംബാസിഡർ എന്നിവയെല്ലാം IPCയുടെ കീഴിൽ ഉൾപ്പെടുന്നവയാണ്.
CRPC സെക്ഷൻ 41 ക്ലോസ് ബി അനുസരിച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 ആണ് ശരിയായ പ്രസ്താവന. അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന് യൂണിഫോമും തിരിച്ചറിയൽ കാർഡും ഉണ്ടായിരിക്കണം. അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുടെ കുടുംബത്തിലെ ഒരംഗമോ ആ പ്രദേശത്തെ ബഹുമാന്യനായ ഒരംഗമോ ആയ ഒരു സാക്ഷിയെങ്കിലും അറസ്റ്റ് സാക്ഷ്യപ്പെടുത്തേണ്ടതാണ്. അറസ്റ്റ് ചെയ്ത വിവരം മെമ്മോ തയ്യാറാക്കി ചെയ്യപ്പെട്ട വ്യക്തിയുടെ ഒരു ബന്ധുവിനെയും ഒരു സുഹൃത്തിനെയും അറിയിക്കാമെന്ന് അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ അറിയിക്കണം. CRPC സെക്ഷൻ 177 പറയുന്നത്. ഉത്തരം ഓപ്ഷൻ എ. അന്വേഷണ വിചാരണയ്ക്കും ഉള്ള സാധാരണ സ്ഥലം. CRPC സെക്ഷൻ 155 പ്രകാരം നോൺ കൊഗ്നൈസബിൾ കേസുകളിൽ അന്വേഷണം നടത്താൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അധികാരം നൽകുന്നത് താഴെ പറയുന്നവരിൽ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ. മജിസ്ട്രേറ്റ്. ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇന്ത്യൻ എവിഡൻസ് ആക്ട് പാസാക്കിയ തീയതി? ഉത്തരം ഓപ്ഷൻ ബി ആണ്. മാർച്ച് 15, 1872 ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇന്ത്യൻ എവിഡൻസ് ആക്ട് പാസാക്കിയ തീയതി. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ എവിഡൻസ് ആക്ട് ബാധകമായിട്ടുള്ളത് ഏതിന്? ഉത്തരം ഓപ്ഷൻ എ. നോവൽ ഡിസിപ്ലിൻ ആക്ട്. കേരള പോലീസ് ആക്ട് 2011 സെക്ഷൻ 4 പ്രതിപാദിക്കുന്നത് എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി 2 എന്നുള്ളതാണ്. അതായത് പോലീസിന്റെ ചുമതലകളെ പറ്റിയാണ് 2011 കേരള പോലീസ് ആക്ടിൽ സെക്ഷൻ 4 പ്രതിപാദിക്കുന്നത്. കേരള പോലീസ് ആക്ട് സെക്ഷൻ 37 പ്രകാരം ചുവടെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയേത്? ഉത്തരം ഓപ്ഷൻ സി 1ഉം 2ഉം ശരിയായ പ്രസ്താവനകളാണ്. സുരക്ഷ ഉറപ്പാക്കുന്നതിനോ ആസൂത്രണമായ അപകടം ഒഴിവാക്കുന്നതിനോ വേണ്ടി ഓരോ പോലീസ് ഉദ്യോഗസ്ഥനും ആചാരം, മര്യാദ, സ്വകാര്യത, ഔചിത്യം എന്നിവയ്ക്ക് പരിഗണന നൽകിക്കൊണ്ട് ഏതൊരു സ്വകാര്യ സ്ഥലത്തും പ്രവേശനമുണ്ടായിരിക്കുന്നതാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ അധികാരം വിനിയോഗിക്കുന്നതിന് മുമ്പ് കെട്ടിടത്തിന്റെയോ പരിസരത്തിന്റെയും ചുമതലയുള്ള വ്യക്തിയുടെ സഹകരണവും സമ്മതവും നേടാൻ സാധ്യമാകുന്നിടത്തോളം ശ്രമിക്കേണ്ടതാണ്. ഇത് രണ്ടും ശരിയായ പ്രസ്താവനകളാണ്. കേരള പോലീസ് ആക്ട് സെക്ഷൻ 69 പ്രതിപാദ്യ വിഷയം എന്ത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 3ാമത്തെ പ്രസ്താവനയാണ്. അഗ്നിബാധ, ദുരന്തം അല്ലെങ്കിൽ അപകടം ഉണ്ടാകുന്ന അവസരങ്ങളിലെ നടപടികൾ. ഇതാണ് പോലീസ് ആക്ട് സെക്ഷൻ 69 പ്രതിപാദ്യ വിഷയം. NDPS ബില്ലിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രസിഡന്റ് ആര്? ഉത്തരം ഓപ്ഷൻ ഡി ഗ്യാനി സെയിൽ സിംഗ്. NDPS ആക്ടിന്റെ ഏത് അധ്യായത്തിലാണ് ഒരു കുറ്റകൃത്യം ചെയ്യപ്പെടുന്നതിനായി പരിസരം ഉണ്ടാക്കി കൊടുത്താലുള്ള ശിക്ഷയെപ്പറ്റി പരാമർശിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. അധ്യായം 4. പോക്സോ ആക്ടിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം ശരിയായ പ്രസ്താവനകളാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ വിചാരണ ചെയ്യാനുള്ള ഫാസ്റ്റ് ട്രാക്ക് കോടതി നിലവിൽ വന്നത് കൊച്ചിയിലാണ്. പോക്സോ ഇ ബോക്സ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് മേനക ഗാന്ധിയാണ്. ഇത് രണ്ടും ശരിയായ പ്രസ്താവനകളാണ്. വ്യാജ വിവരങ്ങൾക്കും വ്യാജ പരാതികൾക്കുമുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പോക്സോ സെക്ഷൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 22. IT ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് 2020 കേന്ദ്ര സർക്കാർ നിരവധി ചൈനീസ് ആപ്പുകൾ നിരോധിച്ചത്? ഉത്തരം ഓപ്ഷൻ സി 1 സെക്ഷൻ 69A പ്രകാരമാണ് 2020 കേന്ദ്ര സർക്കാർ നിരവധി ചൈനീസ് ആപ്പുകൾ നിരോധിച്ചത്. സർക്കാർ നെറ്റ്വർക്കുകളിലെ സൈബർ ആക്രമണങ്ങൾ മുൻകൂട്ടി കണ്ടുപിടിക്കാനും തടയാനുമായി നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ ആരംഭിച്ച പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. NIC CERT ആണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന സമിതിയുടെ അധ്യക്ഷൻ രാഷ്ട്രപതി. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് പ്രധാനമന്ത്രി. മുകളിൽ പറഞ്ഞ പ്രസ്താവനകൾ വിലയിരുത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. രണ്ടും തെറ്റായ പ്രസ്താവനകളാണ്.
റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 പ്രകാരം സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ചില പ്രാപ്യത നിരസിക്കാനുള്ള അധികാരം നൽകിയിരിക്കുന്ന വകുപ്പ് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി 4 എന്നുള്ളതാണ്. 9ാമത്തെ വകുപ്പാണ്. അടുത്ത ഇംഗ്ലീഷ് ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ്. ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. ഹി ഹാസ് റിട്ടൺ എ പോയം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 3ാമത്തെ ഓപ്ഷനാണ് ശരിയായ ഉത്തരം. എ പോയം ഹാസ് ബീൻ റിട്ടൺ ബൈ ഹിം. ഐ ആം നോട്ട് പ്രിപ്പയർഡ് ടു റൈറ്റ് ദ എക്സാമിനേഷൻ, ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇത് ക്വസ്റ്റ്യൻ ടാഗ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം ഓപ്ഷൻ സി ആം ഐ. ഹി ഡാഷ് തേഴ്സ്റ്റി. ഉത്തരം ഓപ്ഷൻ ഡി 2ാമത്തതാണ് ലുക്സ്. അതാണ് ശരി. ഹി ലുക്സ് തേഴ്സ്റ്റി. ഇഫ് ഐ ഹാഡ് £1 million I would have bought an estate. If I had known you were in hospital I would have come to see you. Pick out the correct sentence. ഉത്തരം ഓപ്ഷൻ ബി 2. 2ാമത്തെ സെൻറ്റൻസ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഹൂ ഇൻവെൻറ്റഡ് ഡാഷ് ടെലിഫോൺ. ഉത്തരം ഓപ്ഷൻ സി 3ാമത്തതാണ് ശരിയായിട്ടുള്ളത്. ഹൂ ഇൻവെൻറ്റഡ് ദ ടെലിഫോൺ. അടുത്ത ചോദ്യം. ഐ ലോസ്റ്റ് മൈ നോട്ട്സ് ആൻഡ് ഹാഡ് ടു ഡാഷ് ദ ഹോൾ സ്പീച്ച്. ഉത്തരം ഓപ്ഷൻ ബി അഡ്ലിബ് ആണ് ശരിയായ ഉത്തരം. ഐ ലോസ്റ്റ് മൈ നോട്ട്സ് ആൻഡ് ഹാഡ് ടു അഡ്ലിബ് ദ ഹോൾ സ്പീച്ച്. പിക്ക് ഔട്ട് ദ സിനോണിം ഓഫ് ഇൻഫ്ലെക്സിബിൾ. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം ഇൻഫ്ലെക്സിബിളിൻ്റെ സിനോണിം അർത്ഥമാണ്. അഡാമൻറ്റ്, ഫേം ഇത് രണ്ടും ഇൻഫ്ലെക്സിബിളിൻ്റെ സിനോണിമാണ്. മർഡർ ഓഫ് വൺ സിസ്റ്റർ ഈസ്. ഉത്തരം ഓപ്ഷൻ ബി സൊറോറിസൈഡ്. ഓൾദോ ഹി ബിക്കെയിം അൺകോൺഷ്യസ് ഹി സൂൺ ഡാഷ്. ഉത്തരം ഓപ്ഷൻ സി ആണ് കം റൗണ്ട്. ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഉത്തരം ഓപ്ഷൻ സി 3ാമത്തതാണ് ശരിയായിട്ടുള്ളത്. അക്കോമഡേറ്റ്. ACCOMMODATE അതാണ് അക്കോമഡേറ്റിൻ്റെ ശരിയായ സ്പെല്ലിംഗ്. അടുത്ത 10 ക്വസ്റ്റ്യൻ ഗണിത ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ്. ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറും സൊല്യൂഷനും നമ്മുടെ പാഠപുസ്തകം ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഈ 100 ക്വസ്റ്റ്യൻ്റെയും PDF-ഉം ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ടെലഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക. താങ്ക് യു.